എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ മൂലത്രികോണ രാശികൾ എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ സ്വക്ഷേത്രങ്ങളെക്കുറിച്ച് പഠിച്ചു, ഉച്ചരാശിയെക്കുറിച്ച് പഠിച്ചു, നീചരാശിയെക്കുറിച്ചും പഠിച്ചു. ഇനി ഗ്രഹങ്ങളുടെ മൂലത്രികോണ രാശികൾ എന്താണ് എന്നാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഗ്രഹത്തിൻ്റെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത് ആ രാശി മുഴുവനായിട്ടും പലപ്പോഴും ഉണ്ടാകാറില്ല. അതിലെ നിശ്ചിത ഡിഗ്രി മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് ഒരു ഗ്രഹം ആ രാശിയിൽ നിന്നു എന്നതുകൊണ്ട് മാത്രം മൂലത്രികോണമാകുന്നില്ല. ആ പറയുന്ന ഡിഗ്രിക്കുള്ളിൽ നിന്നാൽ മാത്രമാണ് അത് മൂലത്രികോണമായിട്ട് പരിഗണിക്കാറ്. സൂര്യൻ്റെ മൂലത്രികോണ ക്ഷേത്രം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ഉള്ള സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ അത് മൂലത്രികോണമായിട്ട് പറയും. 10 ഡിഗ്രിക്ക് ശേഷമാണ് നിൽക്കുന്നത് എങ്കിൽ അത് സ്വക്ഷേത്രമായിട്ട് മാത്രമാണ് പറയുക. 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ആണെങ്കിൽ അത് മൂലത്രികോണ ക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്ന് പറയാം. ചന്ദ്രൻ്റെ മൂലത്രികോണം എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ 4 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയുള്ള സ്ഥാനം, അതായത് 3 ഡിഗ്രി ചന്ദ്രൻ്റെ അത്യുച്ചമാണ് എന്ന് നമ്മൾക്കറിയാം. അതിനുശേഷം 20 ഡിഗ്രി, 4ാമത്തെ ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയുള്ള സ്ഥാനം മൂലത്രികോണമായിട്ടാണ് പറയാറ്. 20 ഡിഗ്രിക്ക് ശേഷം അത് ചന്ദ്രൻ സ്വക്ഷേത്രമല്ല, സ്വക്ഷേത്രം കർക്കിടകമാണ്. അതൊരു ന്യൂട്രലായിട്ടുള്ള ക്ഷേത്രമായിട്ട് പറയാം. സമക്ഷേത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് ശുക്രനും ചന്ദ്രനും സമനായിട്ടാണ് പറയാറ്. അതിനെക്കുറിച്ച് ശത്രുമിത്ര ഭേദാദികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അന്നേരം ഈ കാര്യം നമ്മൾക്ക് കൂടുതൽ പരിഗണിക്കാം. ചൊവ്വയുടെ മൂലത്രികോണ ക്ഷേത്രം എന്ന് പറയുന്നത് 0 ഡിഗ്രി മുതൽ 12 ഡിഗ്രി വരെയാണ് മേടൻ രാശിയിൽ. മേടൻ രാശി 12 ഡിഗ്രിക്ക് ശേഷം അത് സ്വക്ഷേത്രമായിട്ട് പറയാം. ബുധൻ്റെ മൂലത്രികോണ ക്ഷേത്രം കന്നി രാശിയിൽ 16 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയാണ്. അതിനുശേഷമുള്ള ഭാഗം സ്വക്ഷേത്രമായിട്ടാണ് പറയാറ്. വ്യാഴത്തിൻ്റെ മൂലത്രികോണം എന്ന് പറയുന്നത് ധനുരാശിയിൽ 10 ഡിഗ്രി വരെ ആണ്. 0 ഡിഗ്രി തൊട്ട് 10 ഡിഗ്രി വരെ ധനുരാശിയിൽ മൂലത്രികോണമായിട്ട് പറയും. അതിൽ 10 ഡിഗ്രിക്ക് ശേഷമാണ് എങ്കിൽ അത് സ്വക്ഷേത്രം എന്നുള്ള പരിഗണനയിൽ എടുക്കും. ശുക്രൻ്റെ മൂലത്രികോണം എന്ന് പറയുന്നത് തുലാം രാശി 0 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെയാണ്. അതിനുശേഷമുള്ള ഭാഗം സ്വക്ഷേത്രമായിട്ട് പരിഗണിക്കും. ശനിയുടെ മൂലത്രികോണ രാശി എന്ന് പറയുന്നത് കുംഭം രാശിയിൽ 0 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ ഉള്ള സ്ഥാനമാണ്. അതിനുശേഷമുള്ള ഭാഗം സ്വക്ഷേത്രമായിട്ട് പരിഗണിക്കും. അങ്ങനെ ചിങ്ങം, ഇടവം, മേടം, കന്നി, ധനു, തുലാം, കുംഭം ഇവകളാണ് സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങളുടെ മൂലത്രികോണ ക്ഷേത്രങ്ങൾ എന്ന് പറയാം. അതിൽ ആ നിശ്ചിത ഡിഗ്രിയിൽ നിന്നാൽ മാത്രമാണ് മൂലത്രികോണമായിട്ട് നമ്മൾ പരിഗണിക്കുക. ഇവിടെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പലർക്കും ഒരു സംശയമുണ്ടാകാം. അതൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഉപമ കൊണ്ട് നമ്മൾക്ക് പറയാം. സ്വക്ഷേത്രം എന്ന് പറഞ്ഞാൽ സ്വന്തം വീട് പോലെ എന്ന് പറയാം. അവിടെ സ്വസ്ഥനാണ് ഗ്രഹം, കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും വേണമെന്ന് വെച്ചാൽ. പക്ഷേ അവിടെ വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടാവണമെന്നില്ല. പക്ഷേ മൂലത്രികോണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിന് ഓഫീസ് പോലെയാണ്, തൻ്റെ കർമ്മമേഖല എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു ഗ്രഹം ഇരിക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കും. ഉത്തരവാദിത്വം കൂടുതലാണ്. വീടും ഓഫീസും തമ്മിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അതുപോലെയുള്ള വ്യത്യാസമാണ് ഒരു ഗ്രഹത്തിന് സ്വക്ഷേത്രവും മൂലത്രികോണ ക്ഷേത്രവും എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി കർമ്മശേഷി, ഫലദാനശേഷി കൂടുതലാണ് മൂലത്രികോണ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന്. ഉച്ചക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗ്രഹം ആസ്വദിക്കുന്ന ഒരു തലത്തിലാണ്, എൻജോയ് ചെയ്യുക. അപ്പോഴും ഉത്തരവാദിത്വം അത്രയധികം ഉണ്ടാവണമെന്നില്ല.
എല്ലാ രീതിയിലും കംഫർട്ടബിളായിട്ട് ആസ്വദിക്കുന്ന ഒരു തലം. പാർക്കിലോ ബീച്ചിലൊക്കെ പോയിട്ട് ഒരു വ്യക്തി ആസ്വദിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണോ അതുപോലെയാണ് ഉച്ചരാശിയിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്നത് ഒരു വ്യക്തി ഓഫീസിൽ ഉള്ള സമയത്തായിരിക്കും എന്നതുപോലെ തന്നെ ഒരു ഗ്രഹം മൂലത്രികോണ ക്ഷേത്രത്തിലായിരിക്കുമ്പോഴാണ് പലപ്പോഴും നല്ല ഒരു ഫലം ലഭിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ, ഉച്ചരാശി പലപ്പോഴും ഗ്രഹങ്ങൾക്ക് വേറൊരു ഗ്രഹത്തിൻ്റെ ക്ഷേത്രമായിരിക്കും. അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ അവസ്ഥ കൂടി എടുത്തിട്ട് മാത്രമേ നമ്മൾക്ക് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പറയാൻ പറ്റൂ. അതായത് ഡിപ്പെൻഡഡ് ആണ് ഉച്ചരാശിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹം. ഉദാഹരണത്തിന് വ്യാഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു എന്നിരിക്കട്ടെ, തൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു എന്ന് വയ്ക്കുക. എന്നാൽ ചന്ദ്രൻ നല്ല അവസ്ഥയിലല്ല എങ്കിൽ വ്യാഴത്തിൻ്റെ ഫലദാനശേഷിയെ വളരെയധികം ബാധിക്കും. ഇവിടെ വ്യാഴം ഉച്ചരാശിയിലാണെങ്കിലും ചന്ദ്രൻ്റെ അവസ്ഥയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റ് ഗ്രഹങ്ങളും, ബുധൻ ഒഴികെ. പക്ഷേ മൂലത്രികോണ രാശിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹം അത് മിക്കവാറും തൻ്റെ സ്വക്ഷേത്രമാകയാൽ മറ്റുള്ള ഗ്രഹത്തിൻ്റെ അവസ്ഥയെ വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്, ചന്ദ്രൻ ഒഴികെ. ഇത്രയുമാണ് മൂലത്രികോണ രാശികളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിഷയമായിട്ട് കാണാം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റുകളായിട്ട് നൽകുക. എവർക്കും നന്ദി, നമസ്കാരം.